ഇന്ന് നമ്മൾ ക്ലോഡ് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഫേബിൾ 5 നമുക്കവിടെ കാണാനായിട്ട് പറ്റില്ല. അത് കംപ്ലീറ്റ്ലി ഡിസേബിൾഡ് ആക്കിയിരിക്കുകയാണ്. ഇനി അവർ അമേരിക്കയ്ക്ക് ഉള്ളിലുള്ള ആളാണെങ്കിലും പുറത്തുള്ളവരാണെങ്കിലും ശരി ഈ ഒരു മോഡലിലേക്ക് ആക്സസ് കൊടുക്കരുത് എന്നാണ് ഈ ഒരു ഡയറക്റ്റീവ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ സ്വന്തം എംപ്ലോയീസിന് പോലും ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നൊരു അവസ്ഥയിലേക്കാണ് ആന്ത്രോപിക് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് മറ്റൊരു കമ്പനി തങ്ങൾ ഈ ഒരു ഫേബിൾ മോഡലിനെ ബ്രേക്ക് ചെയ്തു എന്ന് ഗവൺമെൻറ്റിനോട് അവകാശപ്പെട്ടിരുന്നു. അപ്പോൾ ഇതാണ് പെട്ടെന്ന് തന്നെ ഈ ഒരു ആക്ഷൻ എടുക്കാനായിട്ട് ഗവൺമെൻറ്റിനെ ശരിക്കും പറഞ്ഞാൽ പ്രേരിപ്പിച്ചത്. പക്ഷേ അവർ പരസ്യമായിട്ട് പറയുന്നത് ഞങ്ങൾക്ക് ഇതിനോടൊരു യോജിപ്പില്ല, ഇതൊരു തെറ്റിദ്ധാരണയാണ് എന്നാണ് ആന്ത്രോപിക് പറയുന്നത്. നമുക്ക് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ സോഹോ ഫൗണ്ടർ ശ്രീധർ വെമ്പു ഈ ഒരു ഫേബിൾ 5 മോഡൽ ഡിസേബിൾ ചെയ്ത സമയത്ത് അദ്ദേഹം റിയാക്ട് ചെയ്തതൊന്നും നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. സോഹോയുടെ ഫൗണ്ടർ ശ്രീധർ വെമ്പു പറയുന്ന ഈ ഒരു ഐഡിയ, അതായത് സോവറിൻ ടെക് എന്ന് പറയുന്ന ഈ ഒരു ഐഡിയ നമ്മുടെ സ്വന്തം കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന വലിയൊരു ഡെവലപ്മെൻറ്റുമായിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ക്ലോഡിൻ്റെ ഫേബിൾ 5 മോഡലിനെ കുറിച്ചായിരുന്നു നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ. ആന്ത്രോപിക് പബ്ലിക്കായിട്ട് റിലീസ് ചെയ്തതിൽ വെച്ച് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു മോഡലായിരുന്നു ക്ലോഡിൻ്റെ ഈ ഒരു ഫേബിൾ 5 എന്ന് പറയുന്ന മോഡൽ. പക്ഷേ ഇന്ന് നമ്മൾ ക്ലോഡ് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഫേബിൾ 5 നമുക്കവിടെ കാണാനായിട്ട് പറ്റില്ല. അത് കംപ്ലീറ്റ്ലി ഡിസേബിൾഡ് ആക്കിയിരിക്കുകയാണ്. ക്ലോഡ് ഫേബിൾ 5 ഇസ് അൺഅവൈലബിൾ എന്നായിരിക്കും നമുക്കിപ്പോൾ കാണിക്കുന്നത്. നമ്മുടെ ഇവിടെ മാത്രമല്ല, ലോകത്തൊരൊറ്റ ആൾക്കും ഇപ്പോൾ ഈ ഒരു മോഡൽ ഇപ്പോൾ ആക്സസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇതൊരു ബഗ് കൊണ്ടോ അല്ലെങ്കിൽ സെർവർ പ്രോബ്ലം കൊണ്ടോ ഒന്നുമല്ല ഈ ഒരു മോഡൽ ഡിസേബിൾ ആക്കിയിരിക്കുന്നത്. അമേരിക്കൻ ഗവൺമെൻറ് നിർബന്ധിച്ച് നമ്മുടെ ആന്ത്രോപിക്കിനെ കൊണ്ട് ഈ ഒരു മോഡൽ ഡിസേബിൾ ചെയ്യിപ്പിച്ചിരിക്കുന്നതാണ്. ലോഞ്ച് ചെയ്തിട്ട് വെറും 3 ദിവസം കൊണ്ടാണ് US ഗവൺമെൻറ് ആന്ത്രോപിക്കിനെ കൊണ്ട് ഈ ഒരു മോഡൽ ഡിസേബിൾ ചെയ്യിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്, എന്താണ് ഇതിൻ്റെ കാരണങ്ങൾ എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും. ഇതുപോലെയുള്ള അപ്ഡേറ്റ്സിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സും ഒന്ന് കമൻറ്റ് സെക്ഷനിൽ പറയാം. ജൂൺ 9 ഫേബിൾ 5 ആന്ത്രോപിക് ലോഞ്ച് ചെയ്യുന്നത്. ഈ ലോഞ്ച് കഴിഞ്ഞ് വെറും 3 ദിവസം മാത്രമായിട്ടുള്ളായിരുന്നു. ജൂൺ 12 വെള്ളിയാഴ്ച വൈകുന്നേരം US ടൈം 5:21 PM ആന്ത്രോപിക്കിൻ്റെ CEOയ്ക്ക് US കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഒരു ഒഫീഷ്യൽ ലെറ്റർ വരുന്നത്. അവരുടെ കൊമേഴ്സ് സെക്രട്ടറി ആയിട്ടുള്ള ഹോവേർഡ് ലുട്നിക് നേരിട്ടാണ് ഈ ഒരു ലെറ്റർ ആന്ത്രോപിക്കിൻ്റെ CEOയ്ക്ക് സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലെറ്ററിൽ ഉണ്ടായിരുന്നത് ഒരു എക്സ്പോർട്ട് കൺട്രോൾ ഡയറക്റ്റീവാണ്. എന്താണ് ഈ ഒരു എക്സ്പോർട്ട് കൺട്രോൾ ഡയറക്റ്റീവ് എന്ന് വെച്ചാൽ, ചില ഹൈലി സെൻസിറ്റീവ് അല്ലെങ്കിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള ടെക്നോളജീസ്, അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ചിപ്സ്, ഇതൊന്നും മറ്റ് രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് ഗവൺമെൻറ് അനുവദിക്കത്തില്ല. ഈ കൺട്രോൾ ചെയ്യാനുള്ള ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രത്യേക പവറാണ് ഈ ഒരു എക്സ്പോർട്ട് കൺട്രോൾ ഡയറക്റ്റീവ് എന്നുള്ളത്. ഇപ്പോൾ US ഗവൺമെൻറ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഫേബിൾ 5 എന്ന് പറയുന്ന മോഡലും അതുപോലെയുള്ള മെയ്തോസ് 5ഉം ഇത്തരത്തിലുള്ള ഒരു സെൻസിറ്റീവ് ടെക്നോളജി ആണെന്നാണ്. അതുകൊണ്ട് തന്നെ ഒരു ഫോറിൻ നാഷണലിന്, അതായത് അമേരിക്കൻ സിറ്റിസൺ അല്ലാത്ത ആർക്കും ഇത് ആക്സസ് ചെയ്യാൻ പറ്റില്ല എന്ന്. ഇനി അവർ അമേരിക്കയ്ക്ക് ഉള്ളിലുള്ള ആളാണെങ്കിലും പുറത്തുള്ളവരാണെങ്കിലും ശരി ഈ ഒരു മോഡലിലേക്ക് ആക്സസ് കൊടുക്കരുത് എന്നാണ് ഈ ഒരു ഡയറക്റ്റീവ് പറയുന്നത്. അതായത് ഇപ്പോൾ അമേരിക്കയിലുള്ള മറ്റ് സിറ്റിസൺസ് അവർക്കും എന്ത് ചെയ്യാൻ പാടില്ല, ഈ ഒരു മോഡൽ ആക്സസ് കൊടുക്കാനായിട്ട് പാടില്ല. അപ്പോൾ ഇതിലൊരു രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആന്ത്രോപിക്കിൽ വർക്ക് ചെയ്യുന്ന പല എംപ്ലോയീസും US സിറ്റിസൺസ് അല്ല. അതുകൊണ്ട് തന്നെ അവരുടെ സ്വന്തം എംപ്ലോയീസിന് പോലും ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നൊരു അവസ്ഥയിലേക്കാണ് ആന്ത്രോപിക് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഇതോടെയാണ് ആന്ത്രോപിക് വലിയൊരു പ്രോബ്ലത്തിലേക്ക് എത്തിയത്. കാരണം ലോകം മുഴുവനുള്ള യൂസേഴ്സിൽ നിന്നും അമേരിക്കൻ സിറ്റിസൻസിനെ മാത്രം ഫിൽട്ടർ ചെയ്ത് അവർക്ക് മാത്രം ആക്സസ് കൊടുക്കുക എന്ന് പറയുന്നത് ടെക്നിക്കലി വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അവർ ചെയ്ത ഒരു കാര്യമാണ്, പകുതി വഴിക്ക് വെച്ച് ചെയ്യാൻ നോക്കുന്നതിനേക്കാൾ നല്ലത് തൽക്കാലത്തേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഓഫ് ചെയ്യാം എന്നാണ് ആന്ത്രോപിക് ഡിസൈഡ് ചെയ്തത്. അങ്ങനെയാണ് ഫേബിൾ 5 ലോകം മുഴുവനായിട്ട് ആന്ത്രോപിക് ഡിസേബിൾ ചെയ്യുകയാണ് ഉണ്ടായത്.
അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഗവൺമെൻറ് ഇങ്ങനെയൊരു തീരുമാനം പെട്ടെന്ന് എടുക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെയൊരു ഡിസിഷൻ എടുക്കാൻ കാരണം നമുക്ക് നോക്കാം. ശരിക്കും പറഞ്ഞാൽ ആന്ത്രോപ്പിക്ക് പറയുന്നത് ഗവൺമെൻറ് സെൻഡ് ചെയ്ത ആ ഒരു ലെറ്ററിൽ എന്താണ് ഈ ഒരു നാഷണൽ സെക്യൂരിറ്റി ഇഷ്യൂ എന്നുള്ളത് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ആക്സസ് കട്ട് ചെയ്യാനായിട്ട് മാത്രമാണ് പറഞ്ഞിരിക്കുന്നതെന്നാണ്. പക്ഷേ ആന്ത്രോപ്പിക്ക് വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരോ ഈ ഒരു ഫേബിൾ 5നെ ജയിൽ ബ്രേക്ക് ചെയ്ത് എന്ന് ഗവൺമെൻറ്റിന് ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്താണ് ഈ ജയിൽ ബ്രേക്ക് എന്ന് അറിയാത്തവർക്കായിട്ട് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മുടെ ഈ ഒരു ഫേബിൾ 5 മോഡലിന് വളരെയധികം സൈബർ സെക്യൂരിറ്റി കേപ്പബിലിറ്റീസും ഒക്കെ ഉണ്ടെന്നുള്ളത് അല്ലേ. അപ്പോൾ ഈ ഒരു സൈബർ സെക്യൂരിറ്റി കേപ്പബിലിറ്റീസിനൊക്കെ ആന്ത്രോപ്പിക്ക് നല്ല രീതിയിലുള്ള കുറേ സെക്യൂരിറ്റി ഗാർഡ് റെയിൽസ് അല്ലെങ്കിൽ സെക്യൂരിറ്റി ലോക്സ് ഒക്കെ ഇട്ടിട്ടുണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ കേപ്പബിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ അതിനെല്ലാം ട്രിക്ക് ചെയ്ത് എന്താണ് അതിനെ കൊണ്ട് ചെയ്യാൻ പാടില്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വളരെ സെക്യൂരിറ്റി ഇഷ്യൂസ് വരുന്ന കാര്യങ്ങൾ ഈ മോഡലിനെ കൊണ്ട് ചെയ്യിക്കുന്നതിനെയാണ് നമ്മൾ ജയിൽ ബ്രേക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ബിൽഡിങ്ങിൽ ഒരു സെക്യൂരിറ്റി ഗാർഡ് ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ നേരെ പോയാൽ ഗാർഡ് നമ്മളെ കടത്തി വിടത്തില്ല അല്ലേ. പക്ഷേ ഗാർഡിനോട് എന്തെങ്കിലുമൊക്കെ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് അയാൾ എന്തെങ്കിലുമൊക്കെ ട്രിക്ക് ചെയ്യിപ്പിച്ച് നമ്മൾ ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് നമ്മൾ ശ്രമിക്കത്തില്ലേ. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു കേസിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ഒരു ജയിൽ ബ്രേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ആരെങ്കിലും ട്രിക്ക് ചെയ്ത് ഇതിൻ്റെ സെക്യൂരിറ്റി ബ്രേക്ക് ചെയ്താൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സൈബർ സെക്യൂരിറ്റി കേപ്പബിലിറ്റീസ് പുറത്തെടുക്കാനായിട്ട് പറ്റുമെന്നും അത് വലിയൊരു ത്രെറ്റ് ആകുമെന്നും ഗവൺമെൻറ് വിചാരിക്കുന്നുണ്ട്. ഈ ഫേബിൾ 5 മോഡലിന് വളരെയധികം സൈബർ സെക്യൂരിറ്റി കേപ്പബിലിറ്റീസ് ഉള്ളതിൻ്റെ ഒരു രണ്ട് വശങ്ങൾ നമുക്ക് നോക്കാം. ഒന്നിപ്പോൾ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു സെക്യൂരിറ്റി ബഗ്ഗോ പ്രോബ്ലംസോ ഒക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ നല്ല ഇൻറ്റൻഷനോടെ ഉള്ള ഒരാൾക്ക് ആണെങ്കിൽ ആ ഒരു ഫേബിൾ 5ൻ്റെ ഈ ഒരു കേപ്പബിലിറ്റീസ് യൂസ് ചെയ്തിട്ട് അവരുടെ സിസ്റ്റത്തിലെ ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ ഫൈൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, അത് ഫിക്സ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് സോൾവ് ചെയ്യാനായിട്ട് നമുക്കത് യൂസ് ചെയ്യാം. പക്ഷേ ഇതേ കാര്യം തന്നെ ഇപ്പോൾ ഒരു ഹാക്കേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ബാഡ് ഇൻറ്റൻഷനുള്ള ഒരാൾ യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ വലിയ സൈബർ അറ്റാക്കുകൾ വരെ നടത്താനായിട്ട് സാധിക്കും. ഇപ്പോൾ ബാങ്കിൻ്റെ സിസ്റ്റംസോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെയൊക്കെ സിസ്റ്റംസ് ഒക്കെ തന്നെ അവർക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഉള്ളിലെ സൈബർ സെക്യൂരിറ്റി ബഗ്ഗുകളും ഇഷ്യൂസും ഒക്കെ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യാം, അവർക്ക് ഹാക്ക് ചെയ്യാനായിട്ട് പറ്റും. ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് മറ്റൊരു കമ്പനി തങ്ങൾ ഈ ഒരു ഫേബിൾ മോഡലിനെ ബ്രേക്ക് ചെയ്തു എന്ന് ഗവൺമെൻറ്റിനോട് അവകാശപ്പെട്ടിരുന്നു. അപ്പോൾ ഇതാണ് പെട്ടെന്ന് തന്നെ ഈ ഒരു ആക്ഷൻ എടുക്കാനായിട്ട് ഗവൺമെൻറ്റിനെ ശരിക്കും പറഞ്ഞാൽ പ്രേരിപ്പിച്ചത്. പക്ഷേ ഇവിടെയാണ് ഈ ഒരു സ്റ്റോറിയുടെ മറ്റൊരു വശം വരുന്നത്. കാരണം ആന്ത്രോപ്പിക്ക് ഇതിനോട് കംപ്ലീറ്റ്ലി വിയോജിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആന്ത്രോപ്പിക്ക് ഇതിനൊക്കെ കുറച്ച് മറുപടികളായിട്ട് വന്നിട്ടുണ്ട്. ആന്ത്രോപ്പിക്ക് ഗവൺമെൻറ് പറയുന്ന അനുസരിച്ച് തന്നെ ആ ഒരു മോഡൽ ഓഫ് ചെയ്തു. പക്ഷേ അവർ പരസ്യമായിട്ട് പറയുന്നത് ഞങ്ങൾക്ക് ഇതിനോടൊരു യോജിപ്പില്ല, ഇതൊരു തെറ്റിദ്ധാരണയാണ് എന്നാണ് ആന്ത്രോപ്പിക്ക് പറയുന്നത്. അവരുടെ വാദങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് സിമ്പിളായിട്ട് നോക്കാം. ഒന്ന്, ഗവൺമെൻറ് കാണിച്ച ആ ഒരു ജയിൽ ബ്രേക്ക് ആന്ത്രോപ്പിക്ക് പരിശോധിച്ചു. അവർ കണ്ടെത്തിയത് അത് വളരെ ചെറിയ, നേരത്തെ തന്നെ അറിയാവുന്ന കുറച്ച് പ്രശ്നങ്ങൾ മാത്രമാണ് എന്നാണ്. വലിയൊരു ഭീകര സംഭവമൊന്നുമല്ല ഗവൺമെൻറ് കാണിച്ച ആ ഒരു ഇഷ്യൂ എന്നാണ് ആന്ത്രോപ്പിക്ക് പറയുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. ഈ ചെറിയ കാര്യങ്ങൾ ഫേബിൾ 5ന് മാത്രമുള്ള പ്രത്യേക അപകടമല്ല, വേറെ പബ്ലിക്കായി കിട്ടുന്ന മോഡലുകൾക്കും ഇത് ചെയ്യാനായിട്ട് പറ്റും. ഉദാഹരണത്തിന് ഓപ്പൺ എഐയുടെ GPT 5.5ന് ഒരു ജയിൽ ബ്രേക്ക് പോലും വേണ്ടാതെ ഇതേ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഫേബിൾ 5നെ മാത്രം എന്തിനാണ് ടാർഗറ്റ് ചെയ്യുന്നത്? നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിലൊരു ജിയോ പൊളിറ്റിക്കൽ കാര്യം കൂടി അടങ്ങിയിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. കാരണം അമേരിക്കയ്ക്ക് പുറത്തുള്ള ഫോറിൻ നാഷണൽസിനെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഓർഡർ നല്ല രീതിയിൽ ടാർഗറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നാളെ വരുന്ന മറ്റ് പല പവർഫുൾ മോഡലുകൾക്കും ഇതുപോലെയുള്ള ബ്ലോക്കുകൾ വന്നേക്കാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മളെ നേരിട്ട് ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന പല മോഡലുകൾക്കും ഈ ഒരു സംഭവം സംഭവിക്കുമോ എന്നുള്ളൊരു പേടി നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ ഉണ്ടാവും. കാരണം ഈ ഒരു ഉത്തരവ് ഫോറിൻ നാഷണൽസ്, അതായത് അമേരിക്കയ്ക്ക് പുറത്തുള്ള നമ്മളെപ്പോലെയുള്ളവരെയാണ് ഏറ്റവും അധികം ടാർഗറ്റ് ചെയ്യുന്നത്. അതായത് ഇന്ത്യയിലും ഗൾഫിലും ഒക്കെ ഇരുന്ന് ഏറ്റവും നല്ല AI മോഡൽസ് സബ്സ്ക്രിപ്ഷൻ കൊടുത്ത് ഉപയോഗിക്കുന്ന നമ്മളെയൊക്കെയാണ് ഇത് നല്ല രീതിയിൽ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള AI എപ്പോഴും
ഒരു രാജ്യത്തിന് മാത്രമായി മാറുമോ എന്നുള്ളത് നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നമുക്ക് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ സോഹോ ഫൗണ്ടർ ശ്രീധർ വെമ്പു ഈ ഒരു ഫേബിൾ 5 മോഡൽ ഡിസേബിൾ ചെയ്ത സമയത്ത് അദ്ദേഹം റിയാക്ട് ചെയ്തതൊന്നും നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, ഗ്ലോബലൈസേഷൻ ഇസ് ഡെഡ് ആൻഡ് ഭാരത് മസ്റ്റ് ഫൈൻഡ് ഹെർ ഓൺ വേ അഹെഡ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഗ്ലോബലൈസേഷൻ എന്ന ചിന്തയൊക്കെ നമ്മളിനി മാറ്റിവെക്കണം, ഇന്ത്യ സ്വയം വഴി കണ്ടെത്തണം എന്നാണ്. ശരിക്കും ഇതൊരു വലിയ വെയ്ക്കപ്പ് കോള് തന്നെയാണ് അല്ലേ. കാരണം US ഗവൺമെൻറ്റിൻ്റെ ഒരൊറ്റ ഓർഡർ കൊണ്ട് ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്ത് തുടങ്ങിയ ഒരു മോഡലായിരുന്നു ഈ ഒരു ഫേബിൾ 5 എന്ന് പറയുന്ന മോഡൽ. ഈ ഒരു അഡ്വാൻസ്ഡ് AI സിസ്റ്റം പെട്ടെന്ന് തന്നെ ഒരു ദിവസം കൊണ്ട് അവർക്ക് ബ്ലോക്ക് ചെയ്യാനായിട്ട് സാധിച്ചല്ലേ. പിന്നെ നമ്മളൊക്കെ ചിന്തിക്കേണ്ട വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യം കൂടി അദ്ദേഹം ചോദിക്കുന്നുണ്ട്. എനിവേ വൈ പേ മണി ടു പീപ്പിൾ ഹൂ ഡോണ്ട് ഈവൻ വോണ്ട് ടു സെൽ ടു എസ്. അതായത് നമുക്ക് വിൽക്കാൻ പോലും താല്പര്യമില്ലാത്ത ആളുകൾക്ക് നമ്മൾ എന്തിനാണ് പൈസ കൊടുക്കുന്നത്? പകരം നമ്മുടെ ഗവൺമെൻറ് ഇവിടെയുള്ള ഓർഗനൈസേഷൻസിനെ ഇന്ത്യൻ അല്ലെങ്കിൽ ചൈനീസ് ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ചെറിയ മോഡലുകൾ, സ്മോളർ ആയിട്ടുള്ള ഓപ്പൺ സോഴ്സ് മോഡലുകൾ അഡോപ്റ്റ് ചെയ്യാൻ എൻകറേജ് ചെയ്യണം. കുറച്ച് എഫേർട്സ് ഒക്കെ എടുത്താലും നമുക്കതൊക്കെ നന്നായി വർക്ക് ചെയ്യിക്കാൻ പറ്റും എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫേബിൾ 5 ബാൻ നമുക്ക് കാണിച്ചു തരുന്നത് ഇതാണ്. നമ്മൾ എത്ര വലിയ AI സിസ്റ്റംസ് പുറത്തു നിന്ന് ഇമ്പോർട്ട് ചെയ്ത് യൂസ് ചെയ്താലും അത് ഓഫ് ചെയ്യാനുള്ള സ്വിച്ച് കിടക്കുന്നത് മറ്റേതോ രാജ്യത്തിൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് നാളെ വരുന്ന മറ്റ് പല പവർഫുൾ മോഡലുകൾക്കും ഇതുപോലെയുള്ള ബ്ലോക്കുകൾ വന്നേക്കാം. ഏറ്റവും നല്ല ഫീച്ചേഴ്സ് ഉള്ള AI മോഡലുകൾ ഒരൊറ്റ രാജ്യത്തിന് മാത്രമായി ഒതുങ്ങി പോകുമോ എന്നൊരു ഭയം ഇതിലുണ്ട്. സോഹോയുടെ ഫൗണ്ടർ ശ്രീധർ വെമ്പു പറയുന്ന ഈ ഒരു ഐഡിയ, അതായത് സോവറിൻ ടെക് എന്ന് പറയുന്ന ഈ ഒരു ഐഡിയ നമ്മുടെ സ്വന്തം കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന വലിയൊരു ഡെവലപ്മെൻറ്റുമായിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ വന്നിരിക്കുന്ന നമ്മുടെ UDF ഗവൺമെൻറ് മന്ത്രിസഭയിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് AIക്ക് വേണ്ടി മാത്രമായി ഒരു പ്രത്യേക വകുപ്പ് രൂപീകരിച്ചു അല്ലേ. ഇന്ത്യയിലെ ആദ്യത്തെ ഡെഡിക്കേറ്റഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ AI മിനിസ്ട്രി. PK കുഞ്ഞാലിക്കുട്ടി സാറാണ് ഈ ഒരു ആദ്യ AI മിനിസ്ട്രിയുടെ ആദ്യത്തെ മന്ത്രി. കേരളത്തെ ഒരു AI ഹബ്ബാക്കുക, നമ്മുടെ ഗവൺമെൻറ് സർവീസിലും ഹെൽത്ത് കെയറിലും എഡ്യൂക്കേഷനിലുമൊക്കെ AI ഉപയോഗിച്ച് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഒരു മിനിസ്ട്രിയുടെ ഉദ്ദേശം. ഈ ഫേബിൾ 5 ബാന് നമുക്ക് കാണിച്ചു തരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്തരം മിഷനുകൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ്. കാരണം നമ്മൾ കംപ്ലീറ്റ്ലി ക്ലോഡ്, ChatGPT പോലുള്ള ഫോറിൻ മോഡലുകളെയും ഒക്കെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങിയാൽ നാളെ അവരുടെ ഗവൺമെൻറ് ഒരു തീരുമാനമെടുക്കും നമ്മുടെ സിസ്റ്റംസ് എല്ലാം ഒരു ദിവസം കൊണ്ട് നിന്നു പോകും. അതുകൊണ്ട് സ്വന്തമായിട്ടൊരു AI എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യാനും നമ്മുടെ സ്വന്തം ചിപ്പുകൾ ഉണ്ടാക്കാനും ഒരു സെമി കണ്ടക്ടർ മിഷൻ രൂപീകരിക്കാനും ഒക്കെയുള്ള കേരളത്തിൻ്റെ ഈ ഒരു സ്റ്റെപ്പ് വളരെ ഫോർവേഡ് തിങ്കിങ് ആണ്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് എത്രയും പെട്ടെന്ന് ഫേബിൾ 5 തിരിച്ചു കൊണ്ടുവരാൻ ആന്ത്രോപ്പിക് ട്രൈ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊക്കെ ഇനി ഗവൺമെൻറ് ഡിസിഷൻസ് അനുസരിച്ചായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ ഒന്ന് പറയുക. ആന്ത്രോപ്പിക് പറഞ്ഞതുപോലെ ഇതൊരു ഓവർ റിയാക്ഷൻ ആണോ, അതോ സെക്യൂരിറ്റിക്ക് വേണ്ടി ഗവൺമെൻറ് ചെയ്ത കറക്റ്റായിട്ടുള്ളൊരു ഡിസിഷനാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ പറയാം കേട്ടോ. അതുപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് കേരളത്തിൽ ഒരു പ്രത്യേക AI മിനിസ്ട്രി രൂപീകരിച്ചതിനെക്കുറിച്ചും നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ ഒന്ന് പറയണം. ഫേബിൾ 5 പോലെയുള്ള ബാനുകൾ നോക്കുന്ന സമയത്ത് സ്വന്തമായിട്ടൊരു ടെക് എക്കോസിസ്റ്റം അല്ലെങ്കിൽ ഒരു AI എക്കോസിസ്റ്റം ഉണ്ടാക്കാനുള്ള കേരളത്തിൻ്റെ ഈ ഒരു സ്റ്റെപ്പ് നമ്മുടെ ഫ്യൂച്ചറിനെ എത്രത്തോളം ഹെൽപ്പ് ചെയ്യും എന്ന് നിങ്ങൾക്ക് എന്തൊക്കെ തോന്നുന്നു? എന്തൊക്കെയാണ് നിങ്ങളുടെ ഫീഡ്ബാക്സും അഭിപ്രായങ്ങളും ഒക്കെ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് പറയാം. നമുക്കൊക്കെ അതൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.